الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وأن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد صدق الله مولانا العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജ സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ജുമുഅക്ക് വേണ്ടിയുള്ള ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും അല്ലാഹു വിട്ടുപുറത്തും മാപ്പാക്കി തരുമാറാവട്ടെ. സർവശക്തനായ റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഗർഭസ്ഥ കാലഘട്ടത്തെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്. പരിശുദ്ധ ഖുർആൻ നമ്മോടേറെ ചിന്തിക്കുവാനും പഠിക്കുവാനും ആവശ്യപ്പെട്ടിട്ടുള്ള ആ കാലഘട്ടം നമ്മുടെ ജീവിതത്തിലെ സുപ്രധാനമായ കാലഘട്ടമാണ്. നാം ആവുന്ന നമുക്ക് അസ്ഥിവാരമിടുന്ന ഒരു കാലഘട്ടം. ദുനിയാവിലെ രണ്ടാമത്തെ ഘട്ടമാണ് നമ്മുടെ പ്രസവാനന്തരം മരണം വരെയുള്ള കാലഘട്ടം. അത് ഏറ്റവും നിർണായകമായൊരു സമയമാണ്. നമ്മുടെ വിജയപരാജയങ്ങളെ നിർണയിക്കുന്ന സമയമാണ്. ഈ ദുനിയാവിലെ വളരെ കുറഞ്ഞ കാലഘട്ടം അതാണ് നമ്മുടെ ഭാവി നിർണയിക്കുന്നത്. നാം വിജയികളിൽപ്പെട്ടവരാണോ അല്ല പരാജിതരാണോ എന്ന് നിർണയിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഗർഭസ്ഥ കാലഘട്ടത്തിലെ ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് ഓർമ്മയില്ല, ആർക്കും ഓർമ്മിച്ചെടുക്കാൻ കഴിയുകയില്ല. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ അവിടെ അല്ലലും അലട്ടലുമില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, അധ്വാനമില്ലാതെ നാം വളർന്നു വരികയായിരുന്നു. അവിടെ ശാരീരികമായ പ്രയാസങ്ങളുമില്ല, മാനസികമായ ബുദ്ധിമുട്ടുകളുമില്ല. അവിടെ അസൂയയില്ല, പകയില്ല, വിദ്വേഷമില്ല, ഒന്നുമില്ല. ഇരട്ടകളായി ജനിക്കുന്ന 2 കുട്ടികൾ പ്രസവിച്ചതിന് ശേഷം എൻ്റെ ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് ഞാൻ നിന്നെ അല്ലെങ്കിൽ അവനെന്നെ നുള്ളിയിരുന്നു, പിച്ചിയിരുന്നു, എന്നെ ചീത്ത പറഞ്ഞിരുന്നു എന്ന് ആരും പരാതി പറയാറില്ലല്ലോ. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മിനി സ്വർഗമാണ്. അവിടെ ഭക്ഷണം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നമ്മൾ അധ്വാനിക്കേണ്ടതില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചവച്ചരക്കേണ്ടതില്ല, വായ തുറക്കേണ്ടതില്ല, ഒന്നും ചെയ്യേണ്ടതില്ല. അവിടെ ഓക്സിജൻ കിട്ടുന്നു, അതും നമ്മൾ ശ്വസിക്കുന്നു. അതും നമ്മുടെ നാസാരന്ധ്രങ്ങളിലൂടെയല്ല, മറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു സിരകളിലൂടെയാണ് അതും ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അറിയാതെ എല്ലാം നമുക്ക് കിട്ടി, നമ്മൾ വളർന്നു, നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തു വന്നു. ഇനിയുള്ള കാലഘട്ടം അങ്ങനെയല്ല. ഇവിടെ മാനസികമായും ശാരീരികമായും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും. ആ ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളും അധ്വാനങ്ങളും ഒന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഭൗതികമായ ജീവിതം തരണം ചെയ്യാനും കഴിയില്ല, ആഖിറത്തിലേക്ക് നമുക്ക് വിജയികളാകാനും കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ അധ്വാനത്തിൻ്റെ കാലഘട്ടമാണ് ദുനിയാവിലെ കാലഘട്ടം. അവിടെ പ്രയാസങ്ങളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, ഒക്കെ തരണം ചെയ്യണം. തരണം ചെയ്ത് മരണത്തോടുകൂടി പിന്നീട് എല്ലാവിധ ബുദ്ധിമുട്ടുകളും അവസാനിക്കും. സത്യനിഷേധിയുടെ എല്ലാവിധ പ്രയാസങ്ങളും ആരംഭിക്കലും മരണത്തോടു കൂടിയാണ്. മരണത്തിന് ശേഷവും ഇതുപോലെ 2 ഘട്ടമുണ്ട്. ആഖിറത്തിൻ്റെ തുടക്കം ബർസഖിയായ ലോകമാണ്, ഖബറി എന്ന് നമ്മൾ വിളിക്കുന്ന ബർസഖിയായ ലോകമാണ്. ശേഷം ഖിയാമത്തിന് ശേഷമുള്ള നമ്മൾ യഥാർത്ഥത്തിലുള്ള പരലോക ജീവിതം എന്ന് പറയുന്ന
നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ട് നമുക്ക് ശിക്ഷകളും നമുക്ക് സുഖങ്ങളും ഒക്കെ കിട്ടുന്ന ലോകം. ബർസഖിയായ ലോകം ആത്മപ്രധാനമാണ്. അവിടെ റൂഹിനാണ് കാര്യമായ ശിക്ഷയും അതേപോലെ തന്നെ സുഖങ്ങൾ ലഭിക്കുന്നുവെങ്കിൽ സുഖങ്ങളൊക്കെ ലഭിക്കാം. അപ്പോൾ പരലോകമെന്ന് പറയുന്ന അനന്തമായ ലോകം, അന്ത്യമില്ലാത്ത ലോകം, അവസാനമല്ല. ഇവിടെ നമുക്ക് ദുനിയാവിൽ അവസാനമുണ്ട്. നമ്മുടെ വയസ്സ് 60, 70, 80, മാക്സിമം 90, 100, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഇപ്പം ഇംഗ്ലീഷ് വളങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് 40-ാമത്തെ വയസ്സിൽ തന്നെ വൃദ്ധന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല്ലാതൊന്നും ദീർഘായുസ് കിട്ടില്ല. കിട്ടിയാൽ തന്നെ സംഗതി വളരെ പ്രയാസപ്പെട്ടുള്ള ജീവിതവുമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. ആവശ്യമായ വ്യായാമമില്ല, ജീവിതശൈലി രോഗങ്ങൾ വേറെ. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് പ്രായം ചെന്നവരൊക്കെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മളൊക്കെ കാലഘട്ടം ഇപ്പോൾ പ്രായം ചെന്നവർക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രായമായി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയാൻ പറ്റൂല. കാരണം എല്ലാം ഫാക്ടംബോസ് 20 എന്ന് പറഞ്ഞ മാതിരി ഇംഗ്ലീഷ് വളങ്ങളും ഈ കെമിക്കലും എല്ലാം അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരീരത്തിലേക്ക്. അതോടൊപ്പം അന്തരീക്ഷ മലിനീകരണം, അങ്ങനെ പലതും, കാലാവസ്ഥാ വ്യതിയാനം. പ്രിയമുള്ളവരെ, ചുരുക്കി പറഞ്ഞാൽ ഈ കുറഞ്ഞ കാലഘട്ടമാണ് നമ്മുടെ നിർണായകമായ കാലഘട്ടം. വളരെ ക്രിറ്റിക്കലാണ് ഇവിടെ വളരെ ശ്രദ്ധിച്ച് ചുവടുകൾ വെച്ചില്ല എങ്കിൽ ആത്യന്തികമായ പരാജയമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആഖിറത്തിലെ ജീവിതം ശരിക്കൊന്ന് ചിന്തിക്കണം എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ, നന്നായിട്ട് ചിന്തിക്കണം. ഇവിടെ നമ്മൾ കുറഞ്ഞ കാലഘട്ടത്തിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തന്നെ 90 വയസ്സ് 100 വയസ്സെന്ന് പറഞ്ഞാലൊക്കെ ഒരു വല്ലാത്ത വയസ്സാണ് അല്ലേ. ഒരുപാട് കാലം ജീവിക്കാൻ ദീർഘായുസ്, നമ്മൾ ദീർഘായുസിന് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. ആഫിയത്തും ദീർഘായുസുള്ള നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായിട്ട് നൽകട്ടെ. വെറുതെ ദുനിയാവിൽ കടന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിലെ ഒരു സുഖത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ നല്ല വീട് വെക്കാൻ, നമ്മളെ മക്കളെ കെട്ടിച്ചയക്കാൻ വേണ്ടി, നമുക്ക് സുഖകരമായിട്ടൊന്ന് ജീവിക്കാൻ, സമ്പാദ്യം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ എത്ര കണ്ട് നമ്മുടെ ബുദ്ധി, ശേഷിയും ക്ഷേമുഷിയും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിക്കണ്ടേ. നമുക്ക് 60, 80, 100, 1000 സംവത്സരങ്ങളോ കോടിക്കണക്കിന് വർഷങ്ങളോ അല്ല, ഇനി അനന്തമായ ജീവിതമാണ് പരലോകത്തുള്ളത്. അവസാനമില്ല, മരണമില്ല, നിത്യ യൗവനം, സുഖലോലുപത, അല്ലെങ്കിലോ കടുത്ത ശിക്ഷ, രക്ഷയില്ലാത്ത ശിക്ഷ. ഇങ്ങനെയുള്ള രണ്ടാലൊരു ലോകത്തേക്കാണ് വഹദൈനാഹുൻ നജ്ദൈൻ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. 2 മാർഗങ്ങൾ, നമുക്ക് 2 വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്നിട്ടുണ്ട് ദുനിയാവിൽ. നന്ദിയുള്ളവനായി ജീവിച്ചു കഴിഞ്ഞാൽ ആഖിറത്തിൽ നിനക്ക് വിജയമുണ്ട്. നന്ദി കെട്ടവനായി കാഫിറായി ജീവിച്ചാൽ നിനക്ക് ആഖിറത്തിൽ പരാജയമാണ് എന്ന് പടച്ച തമ്പുരാൻ കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ നമ്മെ അധ്യാപനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ പരലോകത്തേക്ക് പണിയെടുക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസിയുടെ ആത്യന്തികമായ ലക്ഷ്യം. പരലോകമാണ്, ആഖിറത്താണ്. അൽ കയ്യിസും മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിമാൻ ആരാണ്? അൽ കയ്യിസ്, ബുദ്ധിമാൻ. മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഇവിടെ ദുനിയാവിൽ സ്വന്തത്തെ അവൻ നിയന്ത്രിക്കണം. നിയന്ത്രണങ്ങൾ വേണം ജീവിതത്തിൽ, സൂക്ഷ്മതകൾ വേണം. എന്നിട്ടോ വഅമില ലിമാ ബഅദൽ മൗത്ത്. ഇവിടെ ദേഹേച്ഛ പറയും, അത് ചെയ്യണം, ഇത് ചെയ്യണം, സുഖിക്കണം, ആനന്ദിക്കണം, എൻജോയ് ചെയ്യണം, കുടിക്കണം, രമിക്കണം, സുഖിക്കണം, മതിക്കണം. നമ്മുടെ ബോഡി ഇങ്ങനെ, ശരീരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ദേഹേച്ഛ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, ശഹ്വത്ത് നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ്. എന്നാൽ അതോടൊപ്പം പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള പ്രേരണ വേറെയും. ഈ സമയത്ത് നിന്റെ ശരീരത്തെ നീ നിയന്ത്രിക്കുന്നുവോ, അങ്ങനെ നിയന്ത്രണ വിധേയമാക്കി, ജീവിതത്തെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് ആഖിറത്തിന് വേണ്ടി, പരലോകത്തിന് വേണ്ടി, മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ആര് പണിയെടുക്കുന്നുവോ, ആരധ്വാനിക്കുന്നുവോ അവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ദുനിയാവ് എങ്ങനെ പോകണം? ഇതൊരു സിറാത്താണ്. സിറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വഴി. ഞാൻ പറഞ്ഞ 2 വഴികൾ, നജ്ദൈൻ 2 വഴികൾ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ സിറാത്ത് മുസ്തഖീം കാണിച്ചു തന്നു. സിറാത്ത് മുസ്തഖീമിലൂടെ നിങ്ങൾ പോകണം. സിറാത്ത് മുസ്തഖീം ഒരു സിറാത്താണ്. ഏത് സിറാത്ത്? നരകത്തിന്റെ കുറുകയിട്ട സിറാത്ത് ഉണ്ടല്ലോ. നരകത്തിന്റെ കുറുകയിടുന്ന സിറാത്തിന്, പാലത്തിന് നമ്മൾ സിറാത്ത് എന്നാണ് പറയാ. മാർഗം, വഴി എന്നുള്ളതിനും സിറാത്ത് എന്നാണ് പറയാ. ദുനിയാവിലെ ഈ സിറാത്ത് മുസ്തഖീം ഒരു സിറാത്ത് തന്നെയാണ്. കാരണം ആ ഋജുവായ മാർഗത്തിലൂടെ വഴിതെറ്റാതെ സൂക്ഷ്മമായി ശ്രദ്ധയോടുകൂടി നടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങ് എത്താൻ പറ്റുള്ളൂ, ആഖിറത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ, എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ സിറാത്ത് മുസ്തഖീം എന്ന് പറഞ്ഞാൽ തഖ്വ, സൂക്ഷ്മതയോട് സഞ്ചരിക്കണം. അതാണ് തഖ്വ എന്ന് പറയുന്നത്. സൂക്ഷ്മത വേണം, ശ്രദ്ധിച്ചു പോകണം,
തോന്നിയതുപോലെ സ്വച്ഛന്തമായിട്ട് ജീവിക്കാൻ പറ്റൂല, തോന്നിയ മാതിരി കൺട്രോൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റൂല, അടിച്ചു പൊളിച്ചങ്ങനാണ്ട് ജീവിക്കാം, അത് പറ്റൂല. നിയന്ത്രണം വേണം, സൂക്ഷ്മ വേണം. ശ്രദ്ധിച്ചൊരു പാലത്തിന്റെ മുകളിൽ, നേർമ്മയായ ഒരു പാലത്തിന്റെ, ഒരു നൂൽപാലത്തിന്റെ മുകളിലൂടെ നടക്കുമ്പോൾ എത്ര കണ്ട് സൂക്ഷ്മത പുലർത്തുന്നതോ അതുപോലെ സൂക്ഷ്മതയോടുകൂടി ദുനിയാവിൽ ജീവിക്കണം. അതാണ് തഖ്വ എന്ന് പറയുന്നത്. കാരണം നിന്നെ മാടി വിളിക്കാൻ പിശാചുക്കൾ 4 ഭാഗത്തുമുണ്ട്. ഒരുപാട് വഴികൾ നിന്റെ മുന്നിൽ തുറന്നെടുക്കാണ്. വളരെ കർണാനന്ദകരമായ, നയനമനോഹരമായ, നിന്നെ ആകർഷിക്കുന്ന പിശാചുക്കളുടെ വലിയൊരു ലോകമാണ് ദുനിയാവ്. അതിലെങ്ങാനും ചതിക്കുടികളിൽ നീ വീണുപോയി കഴിഞ്ഞാൽ ഇത് ചതിക്കുടിയാണ്, വഞ്ചനാത്മകമായ ലോകമാണ്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ദുനിയാവിലെ ജീവിതം ഉണ്ടല്ലോ, ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരികയാണ്. സൂറത്തുൽ ഹദീദിലെ 57-ാമത്തെ അധ്യായത്തിലെ 20-ാമത്തെ സൂക്തത്തിലെ ആയത്തിൽ പറഞ്ഞു തരികയാണ്. സുഹൃത്തെ ചിന്തിക്കണട്ടോ, വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇത് വഞ്ചനാത്മകമായ ലോകമാണ്, ഇത് ചതിക്കുടികൾ നിറഞ്ഞതാണ്. ഇവിടെ പെട്ടുപോകും, നിന്നെ വഞ്ചിക്കാൻ ദുനിയാവ് ഇങ്ങനെ മാടി വിളിക്കുകയാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ മനോഹാരിതയിൽ, അതിൻ്റെ പകിട്ടിൽ നീ വീണു പോകാൻ പാടില്ല. നീ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഒരു വഴി നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അത് സിറാത്താണ്, മുസ്തഖീമായ സിറാത്താണ്, നേർമാർഗമാണ്. ആ നേർമാർഗത്തിലൂടെ നീ സഞ്ചരിക്കണം. അതിന് നിനക്ക് എന്തു വേണം? ലക്ഷ്യബോധം വേണം. എന്താ ലക്ഷ്യബോധം? അത് പരലോകമാണ്, ആഖിറമാണ്. എൻ്റെ അങ്ങോട്ടുള്ള യാത്രയാണ് എൻ്റേത്. അവിടെയാണ് എനിക്ക് സുഖം വേണ്ടത്, അവിടെയാണ് എനിക്ക് പ്രയാസരഹിതമായ ഒരു ജീവിതം വേണ്ടത്. ആ ഒരു ചിന്ത നിന്റെ മനസ്സിൽ എപ്പോഴുണ്ടാകണം. അതാണ് ദിക്ർ, ആ ചിന്ത. അത് അപ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത വരും, മരണത്തെക്കുറിച്ചുള്ള ചിന്ത വരും, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത വരും. അപ്പൊ ദുനിയാവിൽ വല്ലാതെ അങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ പറ്റൂല. ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യം നഷ്ടപ്പെട്ടു പോയ ആധുനിക തലമുറയെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലിബറൽ ചിന്താഗതിയുമായി, സ്വതന്ത്രമായി, എന്താ അടിച്ചു പൊളിക്കണം, അടിച്ചു പൊളിക്കണം. എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം? നിങ്ങളൊരു കോളേജ് വിദ്യാർത്ഥിയോട് ചോദിക്കുക പോയിട്ട്, എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം? അതെന്താ? നമ്മൾ കുറച്ച് സുഖിക്കണം, അടിച്ചു പൊളിക്കണം, അല്ലേ? അങ്ങനെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കുറെ ശബ്ദമുഖരിതം, കുറെ ഒച്ചപ്പാടുകൾ, കുറെ അധ്വാനിക്കണം. മുമ്പ് ഒരു നോവൽ ഉണ്ടായിരുന്നു, ഷേക്സ്പിയറുടെ ഒരു നോവല് മാക്ബത്ത്. അതിൽ കഥാപാത്രമായ മാക്ബത്ത് പറയുന്നുണ്ട് ജീവിതത്തിനെ സംബന്ധിച്ച്. അതുപോലെയാണ് നമ്മുടെ കുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത്. ലൈഫ് ഈസ് എ ടൈൽ ടോൾഡ് ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വിഡ്ഢി പറഞ്ഞ കടങ്കഥയാണ്. അർത്ഥരഹിതമായ, അർത്ഥശൂന്യമായ, ശബ്ദമുഖരിതമായ, സംഗീതാത്മകമായ, ഒച്ചപ്പാടുകൾ നിറഞ്ഞ, അടിച്ചു പൊള്ളിച്ച് തിമിർത്ത് തകർത്താടുന്ന ഒരു ജീവിതമാണ് ദുനിയാവിലെ ജീവിതം. ഇതാണ് നമ്മുടെ കുട്ടികളുടെ കാഴ്ചപ്പാട്. നാളെയെക്കുറിച്ച് ചിന്തണ്ടോ? ഇല്ല. ഇന്നലെയെക്കുറിച്ച് ആലോചനയുണ്ടോ? ഇല്ല. യുവാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ ചിന്തിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നല്ല കാലത്തല്ലേ, യുവത്വം ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന ആ യുവത്വത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കേണ്ട സമയമാണ്. കുറച്ചുകൊണ്ട് കഴിയട്ടെ, വയസ്സൊക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് നന്നാവാന്ന് വിചാരിക്കണ്ടോ. ഏത് സമയത്തും ഏത് ആക്സിഡന്റിലൂടെയാണ്, ഏത് ഉരുൾപൊട്ടലിലൂടെയാണ്, ഏത് പ്രളയത്തിലൂടെയാണ്, ഏത് ഇടിനാദത്തിലൂടെയാണ്, ഏത് സ്വാഭാവിക മരണത്തിലൂടെയാണ്, ഏത് ഹൃദയാഘാതത്തിലൂടെയാണ്. 20 വയസ്സുള്ള ചെറുപ്പക്കാരന് പോലും ക്യാൻസർ പിടിച്ച് മരിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നീട്ടിവെക്കാൻ സമയമില്ല. റോഡുകളിൽ പൊലിയുന്ന ജീവനുകളിൽ മഹാഭൂരിഭാഗവും നമ്മുടെ ചെറുപ്പക്കാരുടെ ജീവിതമാണ്, യുവത്വമാണ്. അതുകൊണ്ട് യുവത്വമാണ് ശ്രദ്ധിക്കേണ്ടത്. യുവത്വം റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവർക്കാണ് വിജയമുള്ളത്. യുവത്വ കാലഘട്ടത്തിലാണ് നിങ്ങൾ സൂക്ഷ്മത വേണ്ടത്. നിങ്ങളുടെ ചോരത്തിളപ്പാണ് ദീനിന് വേണ്ടിയും റബ്ബിന് വേണ്ടിയും ചെലവഴിക്കേണ്ടത്. നിങ്ങളുടെ നല്ല ചിന്താശേഷിയുള്ള, കൂർമ്മബുദ്ധിയുള്ള ഈ യൗവനത്തിന്റെ കാലഘട്ടം ഉണ്ടല്ലോ, ഈ കാലഘട്ടത്തിലാണ് നിങ്ങൾ പരലോകത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. നല്ല ചിന്തകൾ, സലീമായ ചിന്ത, ഋജുവായ ചിന്ത, മൂർച്ചയുള്ള ചിന്തകൾ വരേണ്ടത് ഈ കാലഘട്ടത്തിലാണ്. നിങ്ങളുടെ ദീൻ ഇവിടെയുണ്ട്, നിങ്ങളുടെ മതം ഇവിടെയുണ്ട്. ആ മതത്തെ ശക്തിപ്പെടുത്തേണ്ടതും പുഷ്ടിപ്പെടുത്തേണ്ടതും നിങ്ങളുടെ ബാധ്യതയാണ് കേട്ടോ. നിങ്ങളാണ് ഈ ഉമ്മത്തിന്റെ ഊടും പാവും. ഓർക്കണം സഹോദരങ്ങളെ, നിങ്ങളുടെ പരലോക ജീവിതത്തെക്കുറിച്ച് ബോധ്യം വേണം. എനിക്കും നിങ്ങൾക്കും ഓർമ്മയുണ്ടാകണം. ഇന്നലകളെക്കുറിച്ച് ആലോചന വേണം. നാളെയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്നത് വല്ലാത്തൊരു ചിന്തയാണ്. ഭാവിയെക്കുറിച്ച്, ഫ്യൂച്ചറിനെ സംബന്ധിച്ച് ചിന്തിക്കാത്തവൻ വിഡ്ഢിയാണ് എന്നല്ലേ പറയാനുള്ളത്. യഥാർത്ഥ ഫ്യൂച്ചർ ഏതാണ്? യഥാർത്ഥ നമ്മുടെ ഭാവി ഏതാണ്? UK പോയിട്ട് വിദ്യാഭ്യാസം നേടലാണോ? അല്ലെങ്കിൽ അവിടെയോട് പോയിട്ട് ഒരു ജോലി അന്വേഷിക്കലാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും സിനിമാ ഫീൽഡിലേക്ക് പോയിട്ട് പരമാവധി ആനന്ദിച്ച്, ആഹ്ലാദിച്ച്, ആസ്വദിച്ച്. അപ്പം അങ്ങനെയാണ് യുവാക്കൾക്കൊക്കെ ചിന്ത. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടണം. അതിന് എന്ത് അഡ്ജസ്റ്റ്മെന്റ് അവസാനം പോയിട്ട് ഇപ്പൊ കണ്ടില്ല, കൊളായി. സാംസ്കാരിക കേരളത്തിലെ വലിയൊരു ഉരുൾപൊട്ടൽ രണ്ടാമതായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. TV കുട്ടികളോടൊപ്പം ഇരുന്നിട്ട് കാണാൻ പറ്റാത്തൊരവസ്ഥ.
ദൃശ്യശ്രാവ മാധ്യമങ്ങൾ കാണാനോ കേൾക്കാനോ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്ന ദുരിതമായ അവസ്ഥ. അതുകൊണ്ട് ദുനിയാവിലെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് നാളെയെക്കുറിച്ചുള്ള ചിന്തയാണ് എന്ന് ഓർക്കണം. ഇന്ന് അടിച്ചു പൊളിക്കുക എന്നുള്ളതല്ല, ഇന്ന് അടിച്ചു പൊളിക്കുക. ഉമർ ഖയ്യാമിൻ്റെ ഒരു കവിതയുണ്ട്. ഉമർ ഖയ്യാം എന്ന് പറഞ്ഞാൽ വലിയ കവിയാണ്, നല്ല കവിയാണ്. അദ്ദേഹം ചില ചിന്തകൾ ഇങ്ങനെ പങ്കുവെക്കുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് പോയത്തിൽ പറയുന്നുണ്ട്, yesterday and gone tomorrow, why we fret about them if today is sweet. ഇന്നലെ അത് കഴിഞ്ഞു പോയി, മരിച്ചുപോയി. yesterday അത് മരിച്ചുപോയി. and gone tomorrow, നാളെ ജനിച്ചിട്ടില്ലല്ലോ, നാളത്തെ ഉദയം കണ്ടിട്ടില്ല ലോകം. why we fret about them if today is sweet. ഇന്ന് അടിപൊളിയാണെങ്കിൽ, ഇന്ന് മാധുര്യം നിറഞ്ഞതാണെങ്കിൽ നമ്മൾ എന്തിന് ഇന്നലെയെക്കുറിച്ചും നാളെയെക്കുറിച്ചും ചിന്തിക്കണമെന്ന്. അതാണ് ഭൗതികവാദിയുടെ, ലിബറലിസ്റ്റുകളുടെ ചിന്താഗതി. അതാണ് ഞാൻ ഈ ലിബറലിസം വല്ലാതെ പറഞ്ഞ എന്താ അറിയോ, ഇന്നിങ്ങനെ പടർന്ന് ക്യാൻസർ പോലെ യുവാക്കളിലേക്ക്, സ്ത്രീകളിലേക്ക്, യുവതികളിലേക്ക് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. നല്ല മത്തട്ട കുട്ടികൾ, നല്ല ദീനും നിസ്കാരമൊക്കെ ഉള്ള കുട്ടികളിലേക്കും ലിബറൽ ചിന്താഗതി. എന്താ ആണും പെണ്ണും തമ്മിൽ എന്തിനാ നിയന്ത്രണം? അത് അന്ധകാലത്തെ നിയന്ത്രണമാണ്. ഈ കാലഘട്ടത്തിൽ അതൊക്കെ നടക്കോ? കോളേജിൽ നമുക്കതൊക്കെ പറ്റുമോ? സ്കൂളിൽ നമുക്കതൊക്കെ പറ്റുമോ? അത് തോളത്തൊക്കെ ഒന്ന് കൈയിട്ടിട്ട് ഇങ്ങനെ നടക്കണ്ടേ? ആ ഒരു എന്തിനാണ് കൺട്രോൾ, എന്തിനാണ് നിയന്ത്രണം? അതൊക്കെ ഒരു പഴഞ്ചനല്ലേ? ആ നിയന്ത്രണമൊക്കെ അങ്ങ് വലിച്ചെറിഞ്ഞപ്പോ എന്താ അവസാനം ഉണ്ടായത്? വാതിൽ മുട്ടാൻ തുടങ്ങി അല്ലേ? വാതിൽ മുട്ടാൻ തുടങ്ങി. ജീവിതം എന്ന് പറഞ്ഞാൽ ആനന്ദിക്കലല്ല, ജീവിതം എന്ന് പറഞ്ഞാൽ ആസ്വദിക്കലല്ല. സിനിമാ ഫീൽഡിലുള്ളത് ഇപ്പോൾ ജീവിതം ആസ്വാദനമാണ്, ആസ്വാദനം തേടിപ്പോവുകയാണ്. അതൊരു തൊഴിലെന്നൊക്കെ പറയുന്നത് വെറുതാണ്. അതൊരു ആസ്വാദനത്തിന്റെ ലോകമാണ്. അവിടെ എന്തുമാവാം എന്നുള്ളതാണ്. ഒരു ധാർമ്മികതയുടെ, അവിടെ മൊറാലിറ്റിയുടെ അതിർവരമ്പുകളില്ല, ധാർമ്മികതയുടെ ലക്ഷ്മണ രേഖയില്ല അവിടെ. അതെല്ലാം കടന്ന് എന്തുമാവാം എന്നുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ ലോകത്തേക്കാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു സഹോദരങ്ങളെ? അവസാനം ഇപ്പം വാതിൽ മുട്ടി വിളിച്ചതും വാതിൽ തുറന്നു വെച്ചതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. എത്ര മോശപ്പെട്ട ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, എത്ര വൃത്തികെട്ട ചർച്ചകളാണ്. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു നിങ്ങൾ നിയന്ത്രണം പാലിക്കണം, ആണും പെണ്ണും തമ്മിലുള്ള നിയന്ത്രണം. അപ്പൊ പറഞ്ഞു അത് പഴഞ്ചനാണ് എന്ന്, അത് പഴഞ്ചനാണ്, പാടില്ല എന്ന് പറഞ്ഞു അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു നിങ്ങൾ വിവാഹം കഴിക്കണം, നിക്കാഹിലൂടെ വേണം. അതൊന്നും വേണ്ട, അതെന്താ ലിവിങ് ടുഗദർ മതി, അങ്ങനെ ആർക്കും എവിടെയും ജീവിക്കാം. പിന്നെ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഭാര്യയാണ് നല്ലത്, വേണമെങ്കിൽ നിർബന്ധിതാവസ്ഥയിൽ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ സാഹചര്യം നിർബന്ധിക്കുന്നുവെങ്കിൽ നാലാവാം. അപ്പൊ പറഞ്ഞു ബഹുഭാര്യത്വം, ബഹുഭാര്യത്വം. മുസ്ലിങ്ങൾ 4 കെട്ടുന്നവരാണ്, ഇസ്ലാമിനെ പുച്ഛിച്ചു തള്ളി. ഇവിടെ 4, 5, 6 അല്ല, 10, 15 വാതിലിൽ മുട്ടുകയാണ്, വാതിലുകൾ തുറന്നു വെക്കുകയാണ്. അവസരങ്ങൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം, അത്രേ, അഡ്ജസ്റ്റ് ചെയ്യണം. ഈ അഡ്ജസ്റ്റൊക്കെ നമ്മളൊക്കെ ഇപ്പൊ പത്രം പറയണത് ഞെട്ടിപ്പോയി എന്നാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഞെട്ടിപ്പോയി എന്നാണ്. ആരാ ഞെട്ടിയത് നമുക്കറിയില്ല. ഇവിടെ പല കഥകളും ഞെട്ടലുണ്ടാക്കുന്നതല്ലേ, ഇതൊക്കെ പഴയ കാലത്ത് പലർക്കും അറിയണ സംഗതികളാണ്. ഇപ്പൊ ഞെട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉഭയകക്ഷി സമ്മതപ്രകാരം അല്ലാതെ നടക്കുന്നു എന്നുള്ളതാണ്. ഇതൊക്കെ രണ്ടു കൂട്ടരും തമ്മിൽ സമ്മതിച്ചിട്ട് നടക്കുന്ന ഏർപ്പാടാണെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പൊ ഉഭയകക്ഷി സമ്മതപ്രകാരമല്ലാത്ത ചില കേസുകൾ, ചില തുറന്നു പറച്ചിലുകൾ, അതും പലരും പറയുന്നത് നമ്മൾ ദോഷൈക ദുർക്കുകളായിട്ട് പറയല്ല, കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയല്ല. അവസരം കിട്ടാത്തവരാണ് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസരം കിട്ടിയവരൊന്നും വല്ലാതെ വായ തുറക്കണില്ല. അപ്പോൾ പറഞ്ഞിട്ട് അവസരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് അവസരം കിട്ടാതെ പോയവരൊക്കെ ഇപ്പം ഇങ്ങനെ വായ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല കേട്ടോ, ആ ഫീൽഡിനെ മുഴുവൻ കുറ്റപ്പെടുത്തല്ല, ആളുകളെയും കുറ്റപ്പെടുത്തല്ല. നല്ലവരൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നത് അള്ളാഹുവല്ലേ, നമുക്കറിയില്ല. ചിലർ തന്നെ അവരുടെ കൂട്ടത്തിൽ പറയുന്നുണ്ട് സ്ത്രീകളെ കൂടെ സഞ്ചരിക്കാത്തവരാണ്, പിന്നെ സ്ത്രീകളോട് സംസാരിക്കാത്തവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഏതായാലും പോട്ടെ, ആ കഥ പോട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ സാർവത്രികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒന്നാണ് സിനിമാ ഫീൽഡ് എന്ന് പറയുന്നത്. ആ കലയെ ഒന്നിച്ച് ആക്ഷേപിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വേറെ ചർച്ചയാണ്. പക്ഷേ ഇന്ന് മഹാഭൂരിപക്ഷം മനസ്സുകൾ ആസ്വാദനത്തിൻ്റെ മനസ്സായി മാറിക്കൊണ്ടിരിക്കുക. ആസ്വാദനത്തിൻ്റെ മനസ്സ്. അങ്ങനെ വല്ലാതെ ദീർഘിപ്പിക്കുന്നില്ല ആ ഭാഗം. ആസ്വാദനം തേടാൻ വേണ്ടി അവിടെ ഭയങ്കര സുഖാണെന്നാ പറയാ. എന്ത് സുഖാണ് സഹോദരങ്ങളെ! ദുന്യാവിലും സുഖം കിട്ടൂല, ആഖിറത്തിലും സുഖം കിട്ടൂല. നോക്കൂ നിങ്ങൾ, എത്ര നടിമാരാണ് ആത്മഹത്യ ചെയ്യുന്നത്, എത്ര നടന്മാരാണ് മാനസികമായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോട്ടെ. അത് ഈ ദുനിയാവ് എന്ന് പറയുന്നത് ശ്രദ്ധയോടെ, സൂക്ഷ്മതയോടുകൂടി, പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയോടുകൂടി ജീവിക്കേണ്ടവരാണ്. നല്ല പരലോക ചിന്തയുള്ളവർ ഈ ദുനിയാവിനെ ആസ്വാദനമായിട്ട് കാണൂല. ഈ ദുനിയാവിനെ സംബന്ധിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ കൃത്യമായിട്ട് നമുക്ക് സൂചന നൽകിയിട്ടുണ്ട്.
വസീനതും വതഫാഖുറും ബൈനകും വതകാതുറും ഫിൽ അംവാലി വൽ ഔലാദ്. അലമു, നിങ്ങൾ അറിയണമേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ, തീർച്ചയായും ഈ ദുന്യവിയായ ജീവിതം എന്ന് പറയുന്നത് ലൈബുൻ, അത് കളിയാണ്, വലഹുൻ, വിനോദമാണ്, വസീനത്തുൻ, അലങ്കാരമാണ്, വതഫാഖുറും ബൈനകും വതകാതുറും ഫിൽ അംവാലി വൽ ഔലാദ്, നിങ്ങൾ പരസ്പരം പൊങ്ങച്ചെന്നടിക്കലും സമ്പത്തിന്റെയും സന്താനങ്ങളുടെ പേരിലും പെരുമ നടിക്കലുമാണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. പൊതുവെ ദുനിയാവിൻ്റെ നമ്മൾ പറഞ്ഞാൽ നമ്മളെ സുഖങ്ങൾ ഇതൊക്കെയാണ്, നമ്മൾ ആസ്വദിക്കുന്നതൊക്കെ വെച്ചിട്ടാണ്. വിനോദങ്ങൾ, കളികൾ, വലിയ വലിയ അലങ്കാരങ്ങൾ, പൊങ്ങച്ചം. ഇപ്പോൾ കല്യാണം നടത്തുകയാണെങ്കിൽ പോലും പൊങ്ങച്ചാണല്ലോ അല്ലേ, വീടുണ്ടാക്കുകയാണെങ്കിലും പൊങ്ങച്ചാണ്, വാഹനം വാങ്ങിക്കുമ്പോൾ പൊങ്ങച്ചാണ്, സൗകര്യങ്ങളെല്ലാം നോക്കുന്നത് പൊങ്ങച്ചം. മറ്റാളെക്കാളും വിജയിക്കണം, അവനേക്കാളും ഉഷാറാണെന്ന് പറയണം, വീട് വലുതാകണം, സൗകര്യമെല്ലാം നോക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് പൊങ്ങച്ചമാണ്. മനസ്സിൻ്റെ ഉള്ളിലുള്ള പൊങ്ങച്ചുണ്ടല്ലോ, പെരുമ നടിക്കലുണ്ടല്ലോ. എനിക്ക് അവിടെ അതുണ്ട്, ഇവിടെ ഇതുണ്ട്, എൻ്റെ മകൻ അവിടെയാണ് പഠിക്കുന്നത്, ഇവിടെയാണ് പഠിക്കുന്നത്, അവന് മറ്റേ ജോലി, ഈ ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പൊങ്ങച്ചം. മക്കളൊക്കെ നന്നാവണം, വളരണം, സമ്പത്ത് നല്ലതാണ്, ദുനിയാവുണ്ടാവണം, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അവിടെയൊക്കെ നിയത്തുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണങ്ങൾ പാലിക്കാതെ നിങ്ങൾ പൊങ്ങച്ചെന്നടിച്ചുകൊണ്ട് അലങ്കൃതമായ ലോകത്തിൻ്റെ ആർഭാട നിർഭരമായ അതിൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട് വീണുപോവുകയാണെങ്കിൽ ഇത് ഏതുപോലെ എന്ന് നിങ്ങൾ അറിയണം. ഇത് ശാശ്വതമല്ല, ഇത് നശ്വരമായ ലോകമാണ്. കമദലി ഗൈദിൻ, ഒരു മഴ പോലെയാണ്. അഅജബൽ ഗുഫാറ നബാതുഹു, ഈ മഴയിൽ തളിർത്തുകൊണ്ടുണ്ടാകുന്ന കൃഷി കണ്ടു കഴിഞ്ഞാൽ, ചെടി കണ്ടു കഴിഞ്ഞാൽ കാഫിര്യങ്ങൾ അത് അത്ഭുതപ്പെടുത്തുന്നു. സത്യനിഷേധികളെ ആ നബാത്ത്, ഒരു മഴ പെയ്തിട്ട് ആ മഴയിൽ ഇങ്ങനെ ചെടി ഇങ്ങനെ ഉണ്ടായി വരുന്നത്, അത് സത്യനിഷേധികളെ വല്ലാതെ ആകർഷിക്കും. പിന്നെ അത് ഉണങ്ങിപ്പോകും. ഫതറാഹു മുസ്ഫറ, പിന്നീട് അത് മഞ്ഞ നിറമായിട്ട് മാറും. പിന്നെ അത് നുരുമ്പിച്ചു പോകും. അതുപോലെയാണ് ദുനിയാവ്. അതുണ്ടാകും, ഇല്ലാതായിട്ട് അങ്ങോട്ട് പോവും. ഒരു ചെടി ഉണ്ടാകുന്നത് പോലെ, ഒരു കൃഷി ഉണ്ടാകുന്നത് പോലെ അത്ര നിസ്സാരമാണ്. അതങ്ങനെ അവസാനം ഉണങ്ങിപ്പോവാനുള്ളതാണ്, നശിച്ചു പോകാനുള്ളതാണ്. ഖബറിലേക്ക് പോകുമ്പോൾ പിന്നെ ഒന്നും ഉണ്ടാകൂല. ബാങ്ക് ഡെപ്പോസിറ്റ് ഉണ്ടാകൂല, ബിൽഡിങ്ങുകൾ ഉണ്ടാകൂല, പാടങ്ങളും പറമ്പുകളും ഉണ്ടാകൂല, കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ രമ്യഹർമ്മ്യങ്ങൾ ഉണ്ടാകൂല, ഒന്നും ഉണ്ടാകൂല. എല്ലാം നെട്ടപ്പെട്ടിട്ടുള്ളൊരു പോക്കാണ്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വല്ലാതെ കട്ടപ്പെടുന്നത്. ഏത് ആഖിറം മറന്നുകൊണ്ടുള്ള കട്ടപ്പെടലിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഫിൽ ആഖിറത്തി അദാബുൻ ശദീദ്, ആഖിറത്തിൽ കഠിനമായ ശിക്ഷയാണ് ഇത്തരം ആളുകൾക്ക്, ദുന്യാവിൻ്റെ പൂജകന്മാർക്ക്, ദുന്യാവിനെ പൂജിക്കുന്നവർക്ക്, അതിനെ കെട്ടിപ്പുണർന്ന് ജീവിക്കുന്നവർക്ക്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പിശാചും ദേഹേച്ഛയും നമ്മളെ ദുന്യാവിനെ കെട്ടിപ്പുണർന്ന് പരിരംഭണം ചെയ്തുകൊണ്ട് അതിൻ്റെ കൂടെ ശയിക്കാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, ആ ദുനിയാവല്ല, ആ ദുനിയാവിന്റെ വഞ്ചനയിൽ പെട്ടുപോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തും അതിന്റെ തൃപ്തിയുമാണ് നിങ്ങൾ തേടേണ്ടത്. അതാണ് സൽവൃത്തരായ ആളുകൾക്കുള്ളത്. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഈ ദുനിയാവിലെ ജീവിതം വഞ്ചനാത്മകമായ ജീവിതമാണ്. ഇത് ചതിക്കുഴികൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് സ്വപ്നം കാണേണ്ട 10 സെന്റ് ഭൂമിയും ഒരു 200 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉള്ള വീടും അല്ല നമ്മൾ സ്വപ്നം കാണേണ്ടത്. സ്വപ്നം കാണേണ്ടത് നമ്മൾ ഒരു 4 ശമ്പളമുള്ള ജോലിയല്ല നമ്മൾ സ്വപ്നം കാണേണ്ടത്. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ സ്വപ്നങ്ങൾ പാറി പറന്നു പോകണം. അത് ഒരു രാജ്യത്തോളം വിശാലമായ ഒരു ഭൂമി നമുക്ക് കിട്ടണം. മനോഹരമായ കെട്ടിടങ്ങൾ നിറഞ്ഞ, ഇഷ്ടികകൾ കൊണ്ടുണ്ടാക്കിയ കെട്ടിടങ്ങളല്ല, വളരെ മനോഹരമായ രത്നഖചിതമായ സ്വർണം കൊണ്ട് നിർമ്മിച്ച മനോഹരമായ കെട്ടിടം. അവിടെ അല്ലലും അലട്ടലും ഇല്ലാത്ത ജീവിതം, അവിടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ഇല്ലാത്ത സന്തോഷ നിർഭരമായ ജീവിതം, ആനന്ദ തുന്തിലമായ ജീവിതം. ഇവിടെ മനം മടുപ്പിക്കുന്ന രുചിയില്ലാത്ത മദ്യം കുടിച്ചിട്ട് മനസ്സിന്റെ സമചിത്തത നഷ്ടപ്പെടുന്ന ആ ലഹരി ഡ്രഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി കിട്ടുന്ന സുഖമല്ല, അതിനപ്പുറത്തേക്കുണ്ട്. സമചിത്തത നഷ്ടപ്പെടാതെ ലഹരി ഇന്ന് ഉപയോഗിക്കുന്നതിനേക്കാളും 1000 കോടി ഇരട്ടി ആസ്വാദ്യത ലഭിക്കുന്ന ലഹരിയെ സംബന്ധിച്ച് പച്ചക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെയുള്ള കൂറകളെ സംബന്ധിച്ചല്ല, കൂറികളെ സംബന്ധിച്ച് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ പക്ഷേ ഈ നിയന്ത്രിതമായ ലോകത്തല്ല,
അത് അനിയന്ത്രിതമായ ഒരു ജീവിതം നിനക്ക് തരാനുണ്ട്. അതാണ് സ്വർഗ്ഗലോകമെന്ന് പറയുന്നത്. അതിൽ വിശ്വസിക്കുമ്പോഴാണ് നീ സത്യവിശ്വാസിയാകുന്നത്. ഒബിൽ ആഖിറതി ഹും യൂഖിനൂൻ, ആഖിറത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. അതിനെ സംബന്ധിച്ചുള്ള വിശ്വാസം അതിനുവേണ്ടി പണിയെടുക്കാൻ വേണ്ടി അവരെ പ്രചോദിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ലക്ഷ്യം ചെറുതാകരുത് സഹോദര, ലക്ഷ്യം വലുതാകണം. കണ്ണുകളെ അകക്കണ്ണ് തുറന്നു വെക്കണം. ദുനിയാവും വിട്ട് ആഖിറത്തിലേക്ക്, ആഖിറത്തിനെ സ്വപ്നം കാണണം, സ്വർഗത്തെ സ്വപ്നം കാണണം, റബ്ബിന്റെ തിരുമുഖം ദർശിക്കുന്നത് സ്വപ്നം കാണണം. അവിടെ കുടുംബവുമായി, പേരക്കുട്ടികളുമായി, വല്യപ്പ വല്യമ്മമാരുമായി, എല്ലാവരുമായിട്ട് കുടുംബജീവിതം നയിക്കുന്ന ആ ആസ്വാദ്യതയുടെ ലോകമുണ്ടല്ലോ, പെർഫെക്ഷൻ എന്ന് പറയുന്ന ലോകം. ഇവിടെ എത്ര ശ്രമിച്ചാലും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് ഏത് കാര്യത്തിലും പെർഫെക്ഷനാണ്, പൂർണ്ണതയാണ്. ആ പൂർണ്ണത കൈവരിക്കാൻ കഴിയില്ല. എത്ര തിന്നാലും ആ തിന്നുന്നതിൻ്റെ സുഖം അനുഭവിക്കാൻ കഴിയില്ല. കുറച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളും ഷുഗറൊക്കെ വരും, ആസ്വദിക്കാൻ കഴിയില്ല, രോഗങ്ങൾ വരും, ബുദ്ധിമുട്ട് വരും. ആസ്വാദനം ഇവിടെ പൂർണ്ണമല്ല, ജീവിതം ഇവിടെ പൂർണ്ണമല്ല. ആ പൂർണ്ണത കൈവരിക്കണമെങ്കിൽ അത് സ്വർഗത്തിലാണ്. അവിടെയാണ് പൂർണ്ണമായ സുഖമുള്ളത്. ആ സുഖം തേടി നടക്കുക. അല്ലെങ്കിൽ ആത്യന്തികമായി ഏറ്റവും ശാശ്വതമായ ശിക്ഷയിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ആഖിറമാണ് ലക്ഷ്യം. ദുനിയാവ് നിയന്ത്രണ വിധേയമാണ്. അള്ളാഹു നിയന്ത്രണ വിധേയമായി ദുനിയാവിൽ ജീവിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പടച്ച തമ്പുരാൻ ഈ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ദേഹേച്ഛക്ക് അടിമപ്പെട്ടും പിശാചിൻ്റെ പ്രേരണക്ക് അടിമപ്പെട്ടുകൊണ്ടും വന്നുപോയ വീഴ്ചകൾ, സ്ഖലിതങ്ങൾ അള്ളാഹുവെ കരുണക്കടലായ റബ്ബേ പുറത്തു തരണേ തമ്പുരാനെ. ആ പാപത്തോടുകൂടി ഒരിക്കലും നിങ്ങളുടെ റൂഹ് പിടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുതേ തമ്പുരാനെ. അള്ളാഹുവെ പൂർണ്ണമായും പാപങ്ങളിൽ നിന്ന്, ചേറിൽ നിന്ന്, ചെളിയിൽ നിന്ന് വെള്ളപത്രം ശുദ്ധീകരിക്കപ്പെട്ട നിലയിൽ ഞങ്ങളുടെ റൂഹകളെ പരിശുദ്ധമായി നിലയിൽ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കി തരണേ തമ്പുരാനെ. ഖബറിന്റെ അദാബിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നിന്റെ ദിക്റിലായി ആഖിറത്തിനെ കുറിച്ചുള്ള ചിന്തയിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. സുഹദാക്കൾ, സിദ്ദീഖീങ്ങൾ മരണം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രിയമുള്ളവരെ, നമ്മുടെ റോൾ മോഡലുകൾ സിനിമാ താരങ്ങളല്ലോ മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ. അവരാണ് നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ. അവരാണ് നമ്മുടെ റോൾ മോഡലുകൾ. അവരുടെ ചരിത്രം പഠിച്ച് അവരെ പിൻപറ്റുക, അവരെ ആദരിക്കുക. ആരാധിക്കുകയല്ല, ആരാധകന്മാരാകരുത്, ഫാനുകളാകരുത്, ആദരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ചിന്തയും നല്ല ജീവിതയും നല്ല ബുദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ യുവാക്കൾ അള്ളാഹു ശുദ്ധീകരിക്കുമാറാവട്ടെ. ഈ ദീനിന് ഗുണമുള്ളവരാക്കി വളർത്തുമാറാവട്ടെ. ലഹരിയുടെ പിടുത്തത്തിൽ നിന്ന് അള്ളാഹു അവരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. റബ്ബനാ لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. وآخر دعوانا الحمد لله رب العالمين. السلام عليكم.